നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പോപ്പുലർ ഫ്രണ്ടിന് മാത്രമല്ല അതിൻ്റെ രാഷ്ട്രീയ രൂപമെന്ന് പറയപ്പെടുന്ന SDPIയെയും അടിമുടി പൂട്ടാനുറച്ച് കേന്ദ്ര സർക്കാർ മുന്നോട്ട് നീങ്ങുകയാണ്. ഇതിൻ്റെ ഭാഗമായി SDPI അഖിലേന്ത്യാ പ്രസിഡന്റ് MK ഫൈസിയെ ബാംഗ്ലൂരിൽ വെച്ച് ED അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യാൻ ഡൽഹിയിലെ പ്രത്യേക കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. 2022 പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച ശേഷവും പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട പല നേതാക്കൾക്കും വിദേശത്ത് നിന്ന് ധാരാളം ഫണ്ടുകൾ വരുന്നതായി EDയുടെയും റോയുടെയും ഇന്റലിജൻസ് ഏജൻസികളുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്ത് ഇന്ത്യയിലെ വിവിധ ജയിലുകളിലാണ്. എന്നാൽ പുറത്തുള്ള SDPI നേതാക്കളെ കൃത്യമായി ഇന്റലിജൻസ് ബ്യൂറോയും റോയും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവർക്കാണ് വിദേശത്ത് നിന്നും ഇത്തരത്തിൽ ധാരാളം ഫണ്ടുകൾ പല കൈവഴികളിലൂടെ ഒഴുകി വന്നതെന്ന് കേന്ദ്ര ഇന്റലിജൻസ് സംവിധാനം കണ്ടെത്തി. ഗൾഫിൽ നിന്നും ധാരാളം ഫണ്ടുകൾ പല അക്കൗണ്ടുകളിലേക്കായി ഒഴുകിയെത്തുന്നുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതേ തുടർന്നാണ് അന്വേഷണം ഊർജിതമാക്കിയതും SDPIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് MK ഫൈസിയെ അറസ്റ്റ് ചെയ്തത്. പല ബിസിനസ്സുകളിലായി ഇത്തരം പണം മുടക്കിയിരിക്കുകയാണെന്നും വിദേശങ്ങളിൽ നിന്ന് നിൽക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പണം റിയൽ എസ്റ്റേറ്റുകളായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ടും അനാഥ മന്ദിരങ്ങളായിട്ടും മാറ്റുകയാണെന്നും ഇതേ തുടർന്ന് ഇതിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ മാത്രം നിരോധിക്കുകയും അവരുടെ നേതാക്കളെ ജയിലിലാക്കുകയും ചെയ്താൽ പോരാ എന്നും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന SDPI അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളെയും അതോടൊപ്പം തന്നെ ചില ചാരിറ്റബിൾ സൊസൈറ്റികളെയും അന്വേഷണത്തിനും നിരീക്ഷണത്തിനും വിധേയമാക്കണമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയുണ്ടായി. ഇതേ തുടർന്നാണ് അന്വേഷണം ഊർജിതമാക്കിയതും MK ഫൈസിയെ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചതും. ഏതായാലും കേന്ദ്രമന്ത്രി അമിത്ഷാ നേരിട്ടാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. ഗൾഫിൽ നിന്നും വരുന്ന ഫണ്ടുകൾ പല ഘടകങ്ങളിലേക്ക് വഴിമാറ്റി പോകുന്നതായി കേന്ദ്ര സർക്കാർ കണ്ടെത്തിയിരുന്നു. കേരളത്തിലേക്ക് വരുന്ന ഫണ്ടുകൾ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ ചില അനാഥാലയങ്ങൾക്കും ചില ചാരിറ്റബിൾ സൊസൈറ്റികൾക്കും പോകുന്നു എന്നുള്ള വിവരവും കേന്ദ്ര സർക്കാർ കണ്ടെത്തി. ഈ ഫണ്ടുകൾ ഗൾഫിൽ നിന്ന് വരുന്നതാണെന്ന് കണ്ടെത്തിയത് കൂടാതെ ഇത് കൃത്യമായും എവിടെ നിന്ന് വരുന്നതാണെന്ന് കൂടി കണ്ടെത്താൻ ഇന്റലിജൻസ് ബ്യൂറോയ്ക്കും റോയ്ക്കും സാധിച്ചു. ഇതേ തുടർന്നാണ് പെട്ടെന്ന് തന്നെ അറസ്റ്റുണ്ടായത്. വിദേശത്ത് നിന്ന് വരുന്ന അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വരുന്ന ഇത്തരം പണ സംവിധാനം നാട്ടിലെത്തുകയും പലതലങ്ങളിലായിട്ട് വിഭജിച്ചു പോവുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കുക അസാധ്യമാണ്. ഈ പണം വീണ്ടും തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിച്ചേക്കാമെന്നുള്ള ചിന്ത കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം അതിൻ്റെ പേരിലല്ലാതെ മറ്റു ചില കൂട്ടായ്മകൾ കേരളത്തിനകത്തു പുറത്തും രൂപപ്പെടുന്നത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ മനസ്സിലാക്കിയിരുന്നു. ഇവർക്കും ധാരാളം ഫണ്ടുകൾ വരുന്നുണ്ടെന്നുള്ള ആരോപണമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വ്യായാമ കൂട്ടായ്മയായ MEG7 പോലുള്ള കൂട്ടായ്മകൾ പല ഭാഗത്തും ഉയർന്നു വന്നത് ഇതിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ള ആളുകളാണെന്നുള്ള ആരോപണവും ഉയർന്നു. CPM നേതാവ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനെ പോലെയുള്ള ആളുകൾ ഇത്തരം ആരോപണങ്ങളെല്ലാം ഉയർത്തുകയും ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം ഭാഗമായി ജയിലിലാകാതെ പുറത്തു നിൽക്കുന്ന പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ള നേതാക്കളെയും അവരുടെ സ്ഥാപനങ്ങളെയും ചാരിറ്റബിൾ സൊസൈറ്റികളെയും മതസ്ഥാപനങ്ങളെയെല്ലാം കർശനമായി നിരീക്ഷിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് MK ഫൈസിയെ ED അറസ്റ്റ് ചെയ്ത് ഡൽഹിയിൽ എത്തിച്ചത്. ഇനി അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം ഇവരുടെ ഏതാണ്ട് 40ഓളം കോടി രൂപ 45 കോടി രൂപ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്വത്തായിട്ടിരുന്നത് കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചിരുന്നു. മഞ്ചേരിയിലെ അല്ലെങ്കിൽ മലപ്പുറത്തെ സത്യധരണി എന്നുള്ള സ്ഥാപനം അടക്കമുള്ളവയെല്ലാം ഇതിലും ഫ്രീസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മരവിപ്പിക്കപ്പെട്ട സ്വത്തുക്കളിൽ ഉൾപ്പെടുന്നു. ഇതല്ലാതെ പുറത്തും ഇത്തരം ധാരാളം സ്വത്തുക്കളുണ്ടെന്നും പല പേരുകളുണ്ടെന്നും അതെല്ലാം ഇത്തരം ഫണ്ട് വഴി സമ്പാദിച്ചതാണെന്നുമുള്ള തെളിവുകളും കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അന്വേഷണം ഊർജിതമാക്കിയാണ്. SDPIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് കൂടാതെ മറ്റു ചില നേതാക്കൾക്കായും EDയും റോയും വല വിരിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്.